കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറി ഇന്ന് ഒരു ബഹുമുഖ പ്രതിഭയുടെ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാം ആലോചിക്കും, സാധാരണ ഈ വാക്ക് ഞാൻ ഉപയോഗിക്കാറില്ല. ഇത് ഉപയോഗിക്കാൻ ഒരു കാരണമുണ്ട്. എൻ്റെ മുന്നിൽ ഇത്തവണ എൻ്റെ അതിഥിയായി എത്തുന്നത് ഒരു അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകനാണ്. എന്ന് പറഞ്ഞാൽ കോവിഡ് വരുന്നതിന് മുമ്പ് തന്നെ ലോകം മുഴുവൻ ഒരു മഹാമാരി എത്തുമെന്ന് കോവിഡിന് 10 വർഷം മുമ്പ് പ്രവചിച്ച ഒരു നിരീക്ഷകൻ. അമേരിക്ക 2008-2009 കാലഘട്ടത്തിൽ അമേരിക്ക സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുമെന്ന് അതിനെത്രയോ വർഷം മുമ്പ് നിരീക്ഷിച്ച ഒരു നിരീക്ഷകൻ. സിനിമാ നിർമ്മാതാവാണ് അദ്ദേഹം, തിരക്കഥാകൃത്താണ്, ഗാന രചയിതാവാണ്, നല്ലൊരു എഴുത്തുകാരനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമയുടെ നിർമ്മാതാവാണ്. നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരം മാമുക്കോയ ഒടുവിൽ അഭിനയിച്ചത് ഇദ്ദേഹത്തിൻ്റെ സിനിമയിലാണ്. ഇതിനൊക്കെ പുറമെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വലിയ വ്യവസായ ശൃംഖലകൾ പടുത്തുയർത്തിയ ഒരു മലയാളിയാണ്. നല്ലൊരു എഴുത്തുകാരനാണ്, നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനൊക്കെ പുറമെ കോൺഗ്രസ് എന്ന വലിയ പ്രസ്ഥാനത്തിൻ്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു നേതൃത്വ പങ്കുവഹിക്കുന്ന ഒരാളാണ്. AICCയുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ്. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത അത്ര പദവികളിലൂടെയും പരിചയ സമ്പന്നതകളിലൂടെയും കടന്നു പോകുന്ന ഒരു വ്യക്തിയിലേക്കാണ് ഇന്നത്തെ സക്സസ് സ്റ്റോറിയുടെ സഞ്ചാരം. അത് മറ്റാരുമല്ല, മൻസൂർ പള്ളൂർ. പള്ളൂർ നമുക്കറിയാം, കണ്ണൂരുകാർക്കറിയാം, മാഹിയിൽപ്പെട്ടൊരു പ്രദേശമാണ്. പോണ്ടിച്ചേരി സംസ്ഥാനത്തിൻ്റെ മാഹിയിൽപ്പെടുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തിൻ്റെ പള്ളൂർ എന്ന നാമം തൻ്റെ നെഞ്ചോട് ചേർത്ത മൻസൂർ പള്ളൂരിൻ്റെ ജീവിതത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം. അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിലുള്ള നിരീക്ഷണം നടത്താനും ഒത്തിരി പുസ്തകങ്ങളൊക്കെ എഴുതാൻ ഒരു വ്യവസായ പ്രമുഖന് എങ്ങനെ സാധിക്കുന്നു, അദ്ദേഹം എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നു, ഒരു സിനിമാ നിർമ്മാതാവുന്നു, ഗാനരചന നടത്തുന്നു, തിരക്കഥ എഴുതുന്നു, ഇനി സംവിധാനത്തിനും ഒരുങ്ങുന്നു. അപ്പോൾ അദ്ദേഹത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം. പ്രേക്ഷകർക്കും ഒപ്പം മൻസൂർ പള്ളൂരിനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. മൻസൂർ, നമ്മൾ ഈ സക്സസ് സ്റ്റോറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സമസ്ത മേഖലകളിലെയും മനുഷ്യന്മാർ ഇതിനകത്ത് കടന്നു വരും. അത് പുതിയ തലമുറയ്ക്ക് ഒരു പാഠമായിട്ടാണ് സക്സസ് സ്റ്റോറി സഞ്ചരിക്കുന്നത്. പുതിയ തലമുറ അതിന് സമ്പൽ സമൃദ്ധിയുടെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് റോൾ മോഡലുകളില്ല, അവരെ പ്രത്യേകിച്ച് ആരെയും ആശ്രയിക്കുന്നില്ല, അവരെ നിരീക്ഷിക്കാൻ ആളില്ല, അവരെ കൊണ്ടു നടക്കാൻ ആളില്ല, വഴികാട്ടാനാളില്ല, അവർ തന്നെ എല്ലാം എന്ന ഒരു കാലഘട്ടത്തിൽ കടന്നുപോയ കുറേ മനുഷ്യരെ, അവരുടെ ജീവിതത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് സക്സസ് റോഡിൽ. അതുകൊണ്ട് തന്നെയാണ് താങ്കളെ തേടി ഞങ്ങൾ എത്തിയത്. എൻ്റെ മുന്നിൽ താങ്കളുടെ ഒത്തിരി പുസ്തകങ്ങൾ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. പ്രവാസി വ്യവസായിയാണ്. താങ്കളുടെ ജനനം എവിടെയാണ്? എൻ്റെ ജനനം പള്ളൂർ തന്നെയാണ്. പള്ളൂർ തന്നെ. പള്ളൂരിൽ എന്താണ് ആ വീട്ടുപേര്? ആരാണ് മാതാപിതാക്കൾ? എൻ്റെ വീട്ടുപേര്, ഞാൻ ജനിക്കുന്നത് കരക്കണ്ടത്തിൽ എന്ന് പറയും. കരക്കണ്ടത്തിൽ. ആരാണ് പിതാവ്? എൻ്റെ പിതാവ് ആനക്കുഞ്ഞിമൂസ എന്ന് പറയും. ആനക്കുഞ്ഞിമൂസ. ആനത്തറവാടാണ്. ആനത്തറവാട് ഒത്തിരി ന്യൂമാഹി ഭാഗത്തൊക്കെ ഉണ്ടല്ലോ. പുന്നോലിലാണ്. ആനത്തറവാട്ടിലാണ്. ആനത്തറവാടിന് ഒരു പള്ളി തന്നെ ഉണ്ട് അവിടെ, അല്ലെ? ബദ്രിയ മസ്ജിദ് കേട്ടിട്ടുണ്ട്. അപ്പൊ ആനത്തറവാട്ടിലാണ് ജനനം. ആനത്തറവാട്ടിലാണ് എൻ്റെ ഉപ്പ വീട്. എൻ്റെ ഉമ്മ വീടാണ്. ഉപ്പാന്റെ പേര് AK മൂസ എന്ന് പറയും. അദ്ദേഹം ഒരുപാട് വർഷം ഖത്തറിൽ ജീവിച്ചിരുന്ന വ്യവസായിയായിരുന്നു. ഖത്തർ വ്യവസായിയല്ല, അദ്ദേഹം ഒരു കമ്പനിയുടെ തലപ്പത്ത്, അതായത് ജനറൽ മാനേജറായിട്ടിരുന്ന വ്യക്തിത്വമാണ്. ഹിറ്റാച്ചിയുടെ തലപ്പത്തിരിക്കാന്ന് പറഞ്ഞാൽ അന്ത കാലത്ത് വലിയ സംഭവമാണ്. അതെ, 1956 കാലഘട്ടത്തിലാണ്, 57 കാലഘട്ടത്തിലാണ് അദ്ദേഹം ഖത്തറിലെത്തുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം അവിടുന്ന് വളർന്ന്, അറിയാമല്ലോ അന്നത്തെ കാലത്തെ ഗൾഫ്, അതൊക്കെയാണ് അന്നത്തെ നമ്മുടെ പൂർവികർ എന്നുള്ള രീതിയിൽ അവർ വളരെയധികം, ഇന്നത്തെ ഗൾഫൊന്നുമല്ല അന്നത്തെ ഗൾഫ്. അദ്ദേഹം എത്തുന്നത് തന്നെ, ഇവിടെ നിന്ന് പോകുന്നത് തന്നെ ഉരുവിൽ കയറിയിട്ടാണ് പോകുന്നത്. 1 മാസം എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതെ, അദ്ദേഹം ഖത്തറിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് പിതാവ് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ കഷ്ടപ്പാടില്ല, അന്ന് ജീവിതം വല്ലാത്ത കഷ്ടപ്പാടിന്റെ കാലഘട്ടമായിരുന്നല്ലോ. അന്ന് നമ്മുടെ മാഹി വിമോചന സമര നേതാവ് PK ഉസ്മാൻ മാഷെ പറ്റി, ഉസ്മാൻ മാഷയുടെ ബന്ധു കൂടിയാണ് എൻ്റെ പദ.
ഇപ്പോൾ ഉസ്മാൻ മാഷാണ് പറയുന്നത് ഇവിടുത്തെ ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നീ എങ്ങനെയെങ്കിലും ഗൾഫിലേക്ക് പോകണമെന്ന് ഉസ്മാൻ മാഷ് പറഞ്ഞതനുസരിച്ചാണ് അദ്ദേഹം കോഴിക്കോട് ബന്ധുവാണോ? അതെ, ഉസ്മാൻ മാഷ പേരിൽ സ്കൂൾ തന്നെ ഇല്ലേ ഉണ്ട്. അവിടെ പള്ളൂർ ചാലക്കര അല്ലെ, ഉസ്മാൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അതെ, അപ്പൊ അത്ര പാരമ്പര്യമാണ്. അതാണ് പള്ളൂർ എന്ന നാമം നെഞ്ചോട് ചേരാൻ കാരണം. പിന്നെ നാടാണല്ലോ നമ്മുടെ ഏറ്റവും കൂടുതൽ. അപ്പൊ ആ കുടുംബം പുലർത്താനുള്ള ആ ഒരു അന്ന് ഉരുവിലേക്ക് കയറുന്ന ദിവസമാണ് EMS മുഖ്യമന്ത്രിയായിട്ട് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്ന ദിനത്തിലാണ് മൻസൂർ പള്ളൂരിന്റെ പിതാവ് കേരളം വിടുന്നത്. ഒരു മാസം എടുത്തു ഖത്തറിലേക്ക്. ആ ഉരുവിന്റെ ഇതാണ് എന്നെ പിന്നീട് ഉരു സിനിമ എന്ന സിനിമ എടുക്കാൻ വൈകാരികമായിട്ട് 2 സിനിമയല്ലേ മൊത്തം എടുത്തത്. ഉരു എടുക്കാനുള്ള ഒരു വൈകാരിക ബന്ധം അതാണ്. EMS മന്ത്രിസഭ ചുമതലയേൽക്കുന്ന ദിവസം, ലോകത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ചുമതലയേൽക്കുന്ന ദിവസം താങ്കളുടെ പിതാവ് കുടുംബം പോറ്റാൻ ഉരുവിൽ ഖത്തറിലേക്ക് യാത്ര ചെയ്തു. ഉമ്മാന്റെ പേര് മറിയൂ. മക്കൾ എത്ര പേരാണ്? എനിക്ക് 5 പേരാണ്. അല്ല, നിങ്ങൾ മക്കൾ എത്ര പേരാണ്? നമ്മുടെ മക്കള് ഈ പറഞ്ഞതുപോലെ തന്നെ 2 ആൺകുട്ടികളും 4 പെൺകുട്ടികളും. എന്ത് ചെയ്യുന്നു നിങ്ങളുടെ സഹോദരൻ? എൻ്റെ സഹോദരൻ മാഹിയിൽ തന്നെയുള്ള ഞങ്ങളുടെ മാഹി മെഡിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ ഓപ്പറേഷൻ മാനേജറാണ്. പിന്നെ സഹോദരിമാരൊക്കെ എന്ത് ചെയ്യുന്നു? സഹോദരിമാർ ഒരാൾ അബുദാബിയിലാണ്, മറ്റുള്ളവരെല്ലാം പള്ളൂരിൽ തന്നെയാണ്. സ്വസ്ഥമായിട്ട് സ്വന്തമായി വീടെടുത്ത് ഞങ്ങളുടെ തറവാട് വീടിനോട് അടുത്ത് ചേർന്ന്. മൻസൂർ എവിടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം? എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പള്ളൂർ ഹൈസ്കൂളിൽ തന്നെ, 10ാം ക്ലാസ് വരെ. എന്താണ് ആ കാലഘട്ടത്തിലുള്ള ആക്ടിവിറ്റീസ്? ഒരു വിദ്യാർത്ഥി എന്തായിരുന്നു അന്നത്തെ കാലഘട്ടം? അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും മറക്കാനാവാത്ത, എൻ്റെ വ്യക്തിത്വ വികാസത്തെ എന്നെ ഇങ്ങനെ പാകപ്പെടുത്തി എടുത്ത് കൊണ്ടുവന്നത് എൻ്റെ അധ്യാപകരാണ്. ആരൊക്കെയാണ് പ്രധാനമായിട്ടും മനസ്സിൽ ഓർമ്മ? ബാലറാം മാഷ, എന്നോട് ഹെഡ് മാഷ് തന്നെയാണ് ആദ്യമായിട്ട് ഓർമ്മ. എന്തുകൊണ്ട് അയാൾ ഇത്ര ഇന്റിമസി വന്നു? കാരണം ബാലറാം മാഷ് എന്ന് പറഞ്ഞാൽ ഹെഡ് മാഷ് അന്നത്തെ പള്ളൂർ ഹൈസ്കൂളിലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാൻ പറ്റും. ഒരു ഹെഡ് മാഷായിട്ട് അദ്ദേഹം ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഓഫീസിൽ ഇരിക്കുന്ന ആളായില്ല, എല്ലാ വിദ്യാർത്ഥികളിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അങ്ങനെ ഒരാൾ ഇന്നുണ്ടോ എന്ന് തന്നെ എനിക്ക് കാലം മാറിയില്ലേ? ആ കാലം എങ്ങനെയാണ് നിങ്ങളെ ചേർത്ത് പിടിച്ചത്? എന്താണ് നിങ്ങളിൽ സ്വാധീനം ചെലുത്തിയ, അദ്ദേഹത്തിൽ നിന്നും താങ്കൾ കണ്ടെത്തിയ അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തിയ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം ഒരു മാതൃകാ അധ്യാപകനായിരുന്നു. അത് മാതൃകാ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഞാൻ 1ാം ക്ലാസ് മുതൽ തന്നെ, അത് ഞാൻ പറഞ്ഞു തരുന്നത് 1ാം ക്ലാസ് മുതൽ പഠിച്ചു വരുമ്പോൾ എന്നെ നിരീക്ഷിച്ചു വരും. എന്നെ മാത്രമായിരിക്കില്ല, എല്ലാവരും അദ്ദേഹം കാണുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുമ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന അദ്ദേഹം ഒരു രസകരമായ ഒരു അനുഭവം എനിക്കെന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ദിവസം ക്ലാസ്സിൽ നിന്ന് പുറത്ത് നിൽക്കേണ്ട ഒരവസ്ഥ. ഒരു തവണ ക്ലാസ് അത് പുറത്താക്കിയത് അന്ന് എൻ്റെ ഹോംവർക്ക് ചെയ്തു വരാത്തതിന് വളരെ കർശനമായ രീതിയിലായിരുന്നു അന്ന് പഠന രീതികളൊക്കെ. ഹോംവർക്ക് ചെയ്തു വരാത്തതിൻ്റെ പേരിലാണ് പിടിച്ച് പുറത്ത് നിർത്തിയത്. നമ്മുടെ ഹെഡ് മാസ്റ്ററുടെ ഒരു സ്റ്റൈലുണ്ട് അന്ന്, ബാലറാം മാസ്റ്റർ. ക്ലാസ്സുകളിലൊക്കെ റൗണ്ട് ചെയ്തിങ്ങനെ വരുന്ന ആ ഹെഡ് മാസ്റ്ററെയാണ് ഞാൻ റോൾ മോഡലായിട്ട്, ഞാൻ ഈ അടുത്തെടുത്ത് ഇറങ്ങിയ സിനിമയിൽ ഞാനൊരു പ്രധാന അധ്യാപകനായിട്ട് റോൾ കൈകാര്യം ചെയ്തിരുന്നു. ആ ഹെഡ് മാസ്റ്റർ ആയിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഞാനൊരു സുധാകരൻ മാസ്റ്റർ എന്ന് പറയുന്ന ഹെഡ് മാസ്റ്ററെയാണ് എൻ്റെ 2ാമത്തെ ചിത്രം മോണിക്ക ഒരു സ്റ്റോറിയിൽ അഭിനയിച്ചത്. അപ്പോൾ എൻ്റെ മനസ്സിൽ അതായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം ഇത്രയും കാലം നിങ്ങൾ ചോദിച്ചല്ലോ എങ്ങനെയാണ് ഏതൊക്കെ ഒരു ചെറിയൊരു സംഭവം പറയാമോ എന്നുള്ളത്. അതിൽ പറയാവുന്ന ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞതുപോലെ പുറത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം വരികയാണ്. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ഞാൻ ചൂളിപ്പോയി. കാരണം നമ്മുടെ പ്രധാന അധ്യാപകൻ കാണുകയാണ് ഞാൻ പുറത്ത് ക്ലാസ്സിൽ നിൽക്കുന്നത്. അപ്പോൾ എന്നോട് മൻസൂർ, നീ പുറത്ത് എന്ത് പറ്റി? കാരണം അദ്ദേഹം ഞങ്ങളൊക്കെ അങ്ങനെയാണ് കാണുന്നത്, തന്നോട് ചേർത്ത് നിർത്തുന്ന ഒരു പ്രകടനക്കാരനായിരുന്നു. പ്രധാന അധ്യാപകൻ എന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ അത് എനിക്ക് തന്നെ വല്ലാതായി. ആ ഒരു അനുഭവം ഉണ്ടല്ലോ, അദ്ദേഹം വന്ന് ചോദിച്ച് അദ്ദേഹം ശാസിക്കുകയല്ലേ ചെയ്തത്. അദ്ദേഹത്തിന് ഒരു പ്രയാസം തോന്നുകയാണ്. ആ ഒരു പ്രയാസം അദ്ദേഹത്തിനുണ്ടായപ്പോൾ അദ്ദേഹത്തെക്കാളേറെ പ്രയാസം എനിക്ക് എനിക്കുണ്ടാകാം. പിന്നെ പുറത്തൊരിക്കലും പിന്നീട് മാഹി മഹാത്മാഗാന്ധി ഗവൺമെന്റ് ആർട്സ് കോളേജിലായിരുന്നു. ആരൊക്കെയായിരുന്നു സഹപാഠികൾ താങ്കളുടെ? എൻ്റെ സഹപാഠികൾ എന്ന് പറയുന്നത് കോളേജിൽ രമേശ് പറമ്പത്ത്, എൻ്റെ അതേ കാലത്ത് ബാച്ച്മേറ്റ്സ് ആയിരുന്ന ഇന്നത്തെ മാഹി MLA. ഞങ്ങൾ KSU വളരെ സജീവമായിരുന്ന കാലഘട്ടത്തിലാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വരുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് ശേഷമാണ് സത്യത്തിൽ സജീവമാവുന്നത്. എങ്ങനെ വരാനുള്ള സാഹചര്യം ഉണ്ടായത്? പ്രധാനമുണ്ടായ സാഹചര്യം, ഞാനൊരു കോൺഗ്രസ്, ഞങ്ങളുടെ കുടുംബം തന്നെ പശ്ചാത്തല കോൺഗ്രസ് കുടുംബമാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധിയൊക്കെയാണ് ഞങ്ങളെ വല്ലാതെ ആവേശം കൊള്ളിച്ചിരുന്നത്. ഇന്ദിരാഗാന്ധി അന്ന് തലശ്ശേരിയിൽ വന്നപ്പോൾ ക്ലാസ്, അന്ന് പള്ളൂർ സ്കൂൾ പഠിക്കുമ്പോൾ തലശ്ശേരിയിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്തിട്ട് കാണാൻ പോയ ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയുകയാണത്. അപ്പോൾ അതുപോലെ പിന്നീട് ഞാൻ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് രമേശ് പറമ്പത്ത് ഇപ്പോഴത്തെ MLA ചെയർമാൻ ആവുന്നത്.
അദ്ദേഹം 2 വർഷം ചെയർമാനായി കഴിഞ്ഞതിന് ശേഷം ഞാൻ KS യൂണിറ്റ് പ്രസിഡന്റ് ആയതിനു ശേഷം പിന്നീട് മായി കോളേജിന്റെ ചെയർമാനാവുന്നത് ഞാനായിരുന്നു. രണ്ടാമത് അദ്ദേഹം 2 വർഷം അദ്ദേഹം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനായിരുന്നു. ആ കൊല്ലമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പാഠങ്ങളും അനുഭവങ്ങളും. പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ സംസ്ഥാന യുവജനോത്സവം, പുതുച്ചേരി സംസ്ഥാന യുവജനോത്സവം ഒരേ ഒരു തവണ മാത്രമേ മാഹിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളൂ ഇതുവരെ. അതിനുശേഷം അന്ന് ഞാൻ ചെയർമാനായതിനു ശേഷം അന്ന് ഫറൂഖ് മരക്കാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളൊരു ഡെലിഗേഷൻ പോയി ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം അനുവദിച്ചതായിരുന്നു. അന്ന് പുതുച്ചേരിയിലുള്ള എല്ലാ കലാലയങ്ങളും മാഹിയിലേക്ക് വരാൻ അന്നത്തെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിരുന്നു ഞാൻ. അതൊരു വലിയ അനുഭവമായിരുന്നു. ഇത്രയും വലിയൊരു അന്ന് ഞാൻ ചെയർമാനായിരുന്നു. യുവജനോത്സവത്തിന് ആതിഥേയത്വം വഹിക്കാനുള്ള ഒരു ഭാഗ്യം മാഹിക്ക് ലഭിച്ചു. അതിന്റെ ചെയർമാൻ താങ്കളായിരുന്നു. അതെ. അതിനുശേഷം പിന്നീട് കോളേജ് കാലഘട്ടത്തിൽ സംഘർഷം വല്ലതും കടന്നു വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. അതാണ് എനിക്ക് വേറൊരു സന്തോഷമുള്ളൊരു കാര്യം. ഈ ചെയർമാനായിരിക്കുന്ന അവസരത്തിൽ അവിടെ യുവജനോത്സവമൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുക രാഷ്ട്രീയ സംഘർഷമാണല്ലോ. അപ്പോൾ എന്നോട് എൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുള്ള നേതാക്കന്മാരെന്നെ ചോദിച്ചിട്ടുണ്ട്, ഈ എന്ത് ധൈര്യത്തിലാണ് പുതുച്ചേരി സംസ്ഥാന യുവജനോത്സവം ഇവിടെ കൊണ്ടുവന്ന് കോളേജ് ഡേ പോലും ഇവിടെ പലതരത്തിൽ പ്രശ്നങ്ങളിലൂടെ മാറ്റിവെക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വളരെ എൻ്റെ അടുത്ത സുഹൃത്ത് തന്നെയായിരുന്നു അന്ന് SFIയുടെ 2 തവണ എനിക്കെതിരായി മത്സരിച്ച ചെയർമാൻ സ്ഥാനത്തും അതുപോലെ തന്നെ ഫൈനാൻസ് ക്ലബ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് മത്സരിച്ച സുർജിത്ത് മരിച്ചുപോയി. നല്ലൊരു കലാകാരൻ കൂടെ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിരുന്നു എന്ന് മാത്രമല്ല, ഞാൻ ഇന്നും അദ്ദേഹത്തെ മനസ്സിൽ അങ്ങനെ കാണുന്നത് ആലോചിച്ച് നോക്കണം. ആ ഒരു സൗഹൃദത്തിൽ ഈ ഒരു അനുവാദം കിട്ടിയപ്പോൾ ഞാൻ ആദ്യം പോയി കാണുന്നത് സുർജിത്തിനോട് പറഞ്ഞു, സുർജിത്തെ, നമുക്ക് ഇത്തവണ ഈ പുതുച്ചേരി സംസ്ഥാന യുവജനോത്സവം ആതിഥ്യമരുളാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കൂടിയും ഇതിനോടൊപ്പം നിൽക്കണം. ഇത് എൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ആഘോഷമല്ല, നമ്മുടെ ഒരുമിച്ച്. മൻസൂർ പള്ളൂർ ഈ ഇത്രയും വലിയ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ട് പിന്നെ എങ്ങോട്ടാണ് പോയത് നോക്കണ്ടേ? കോളേജ് പഠനം എവിടം വരെ കൊണ്ടുപോയി? ഇദ്ദേഹം എങ്ങോട്ടാണ് പിന്നെ പോയത്? എവിടെയായിരുന്നു പഠനകാലം? ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു മഹാത്മാ കോളേജിൽ നിന്ന്. ആ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട സൂർജിത്തും രമേഷും അല്ലാതെ ഓർമ്മയിൽ കടന്നു വരുന്ന വേറെ ആരെങ്കിലും? സജിത്ത് ഉണ്ടായിരുന്നു, കൗൺസിലറായിരുന്നു. പിന്നെ സോമൻ പന്തക്കൽ മാധ്യമ അപ്പൊ അങ്ങനെ ഒരു നില ഉണ്ടായിരുന്നു. പഠനം കഴിഞ്ഞു, ഒരു സംഘർഷവും ഇല്ലാതെ മാഹി കോളേജിൽ നിന്ന് പഠനം കഴിഞ്ഞു. പ്രത്യേകിച്ച് കണ്ണൂരിന്റെ മണ്ണിനോട് ഒട്ടി നിൽക്കുന്ന മാഹിയിൽ സംഘർഷമില്ലാതെ. അതിലൊരു പ്രത്യേക കാര്യം കൂടി പ്രത്യേകം പരാമർശിക്കേണ്ടത്. എന്താണത്? മാഹിയെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യത്തെ ചെയർമാൻ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. അതെ, അതാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം പലതവണ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അവിടുത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള അവസാനത്തെ ചെയർമാൻ ഞാനുമായിരുന്നു. ആദ്യത്തെ ചെയർമാൻ കോടിയേരി, അവസാനത്തെ ചെയർമാൻ മൻസൂർ പള്ളൂർ. പിന്നീട് അതിനുശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ നിന്നു. ആ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഇലക്ഷൻ നിന്നു. പിന്നീട് പ്രസിഡന്റ് എന്ന രീതിയിലാണ് പോണ്ടിച്ചേരിയുടെ കീഴിലാണ് പിന്നെ അവിടെ ഇലക്ഷൻ നടന്നത്. പ്രസിഡന്റ്ഷിപ്പായി മാറി, ചെയർമാൻഷിപ്പ് പിന്നെ ഇപ്പോഴും അതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തായാലും അപ്പൊ ആദ്യത്തെ കോടിയേരി, ഒടുവിൽ താങ്കൾ അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞ് പഠനകാലത്ത് വേറെ അനിഷ്ട സംഭവങ്ങളിലൂടെ ഒന്നും കടന്നുപോയില്ല, ഒരു കേസിലും പ്രതിയായില്ല, വളരെ സൗമ്യമായ ഇത്രയും സൗഹൃദ രാഷ്ട്രീയത്തിന്റെ വക്താവായിരുന്നു. അതിനുശേഷം പിന്നെ എങ്ങോട്ടാണ്? പിന്നെ ഞാൻ പോകുന്നത് എൻ്റെ പിതാവ് പറഞ്ഞല്ലോ, പിതാവ് ഇവിടെ മാർബിളിന്റെ ബിസിനസ് നടത്തുകയായിരുന്നു മാഹിയിൽ. ഖത്തർ വിട്ട് തിരിച്ചു വന്നു. ഇവിടെ വന്ന് മാർബിൾ കച്ചവടം തുടങ്ങി. പേര് കച്ചവടത്തിന്റെ സൺഷൈൻ മാർബിൾ വർക്ക്സ് എന്നിട്ട് പള്ളൂരിൽ തന്നെയാണ് തുടങ്ങി. ഞാനും അദ്ദേഹത്തോടൊപ്പം ഞാൻ പഠിക്കുന്ന അവസരത്തിലും ഞാൻ അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ട് പലപ്പോഴും രാജസ്ഥാനിലൊക്കെ പോകാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് തോന്നി എന്നെ തനിച്ചു നിന്നുണ്ട് എനിക്ക് ഒറ്റക്ക് തന്നെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കേൾപ്പ് വേണമെന്നുള്ള നിലക്കാണ് എൻ്റെ മാമന്മാരുടെ, അവരൊക്കെ മഹാരാഷ്ട്രയിൽ ബിസിനസ് നടത്തുന്നവരാണ്. അവരോട് പറഞ്ഞു, മൻസൂറിനും കൂടി നിങ്ങൾ കൂടെ ചേർത്ത് കൊണ്ടൊരു ബിസിനസ് എന്തെങ്കിലും ഒരു അവസരം കൊടുക്കണം. അങ്ങനെയാണ് എൻ്റെ മാമൻ AP ഖാദർ എന്ന് പറയും, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, ഞങ്ങൾക്കൊക്കെ മാതൃകയായിരുന്ന എൻ്റെ കാരണവർ അവർ AP ബ്രദേഴ്സ് എല്ലാവരും തന്നെ, AP മഹമ്മൂദ്, അതിന് അദ്ദേഹത്തിന് ജ്യേഷ്ഠൻ AP ഇബ്രാഹിം അദ്ദേഹം കൊണ്ടുപോവാണ് മഹാരാഷ്ട്രയില് സാംഗ്ലി എന്ന് കേട്ടിട്ടുണ്ട്. ഷുഗർ പൊളിറ്റിക്സിന്റെ ഷുഗർ ലോബി, പഴയ വസന്തദാ പാട്ടീലിന്റെ ഒക്കെ 3 തവണ മുഖ്യമന്ത്രിയായിരുന്ന മഹാരാഷ്ട്രയുടെ അവിടേക്കാണ് പോകുന്നത്. അവിടെ ഒരു ഫാക്ടറി അറോമ ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറയും. അവിടെ ഏതാണ്ട് 10-20ഓളം തൊഴിലാളികളൊക്കെ ജോലി ചെയ്യുന്ന, ഞാനും അതിന്റെ പാർട്ണറായിരുന്നു. ബേക്കറി പ്രോഡക്ട്സ് എല്ലാം ഉണ്ടായിരുന്നു, ബ്രെഡുകൾ. ജില്ലകളിലുണ്ടായിരുന്നു വിതരണമൊക്കെ. സാംഗ്ലി ഡിസ്ട്രിക്റ്റിൽ മുഴുവൻ വിതരണം. എത്ര കാലം അത് ചെയ്തു? ഞാൻ ഏതാണ്ട് 2 വർഷമേ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. അവിടെ എന്തെങ്കിലും സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു? രാഷ്ട്രീയം ഉണ്ടായിരുന്നു അവിടെ നിൽക്കുമ്പോൾ? രാഷ്ട്രീയം ഉണ്ടായില്ല. 2 വർഷം അവിടെ കാർന്നവന്മാരുടെ കൂടെ ബിസിനസ് ചെയ്തു. അതിനുശേഷം എനിക്ക് നിർബന്ധിതാവസ്ഥയിൽ വരേണ്ടി വന്നു. എന്താണ് നിർബന്ധിതാവസ്ഥ? എൻ്റെ ഉമ്മയുടെ അസുഖം, അത് കാരണം അവരൊരു ബ്രെയിൻ ട്യൂമറിന് ഓപ്പറേഷനൊക്കെ വേണ്ടി വന്നപ്പോൾ എൻ്റെ ഉപ്പാക്ക് ബിസിനസ് നടത്താൻ ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹം തിരിച്ചു വന്ന് പിതാവിന്റെ കൂടെ എത്ര കാലം നിന്നു? പിന്നെ
പിന്നെ ഒരു 2-3 വർഷം കൂടി പിതാവിൻ്റെ കൂടെ നിന്നു. അതിനുശേഷം പിതാവ് വളരെ സ്ട്രിക്റ്റാണ്. അത് അദ്ദേഹം അവസാനം മരിക്കുന്നത് വരെ അദ്ദേഹത്തെ പോലൊരു മനുഷ്യനെ, ഒരു മാതൃകാ പുരുഷനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. എൻ്റെ മാതൃക എന്നും എൻ്റെ പിതാവാണ്. എന്തുകൊണ്ട്? എന്തൊക്കെയാണ് അദ്ദേഹം നിങ്ങൾക്ക് നൽകിയ? അദ്ദേഹത്തെ ഏറ്റവും ഉദാഹരണമാക്കി എടുക്കാവുന്നത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയാണ്. എന്താണ് താങ്കൾക്ക് ഫീൽ ചെയ്ത ഒരു സത്യസന്ധത, ഒരു ഇൻസിഡന്റ് താങ്കൾക്ക് പറയാൻ പറ്റുമോ? ഫീൽ ചെയ്ത് ഒരുപാടുണ്ട്. എന്നാലും ഏറ്റവും ക്രീമായിട്ട് എപ്പോഴും മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ഓർമ്മ, ഓർമ്മയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു തന്ന ഓർമ്മകളല്ല, അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം ജോലി ചെയ്ത അതേ കമ്പനിയിലേക്കാണ് ഞാൻ ഖത്തറിലേക്ക് പോകുന്നത്. ഈ പിതാവിൻ്റെ കൂടെ മാർബിൾ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ സ്ട്രിക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന പിതാവായതുകൊണ്ട് തന്നെ പലപ്പോഴും വളരെ കണിശമായ കാര്യങ്ങളിലൊക്കെ വളരെ കണിശത പുലർത്തിയിരുന്ന ആളാണ്. അന്നത്തെ ഞാനൊരു അന്ന് 23 വയസ്സ് അങ്ങനെ പ്രായമുള്ളൂ, 23-24 വയസ്സുള്ള സമയത്ത്, 23 വയസ്സ് ഞാൻ ഓർക്കുകയാണ്. അന്ന് എനിക്കിത് പിതാവിനോട് പ്രതികരിക്കാൻ കഴിയില്ല. അപ്പോൾ എനിക്ക് കഴിയാവുന്ന ഒരേ ഒരു കാര്യം ഭാഷ, എഴുത്തിലൂടെ പ്രതികരിക്കുകയാണ്. പിതാവിന് കത്തെഴുതോ? കത്തെഴുതല്ല, ഞാൻ സ്വന്തം വീട്ടിൽ അന്യനായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫീച്ചർ അന്നത്തെ പിതാവിനെ പറ്റിയല്ല, അന്നത്തെ യുവതലമുറയെക്കുറിച്ച് അവരുടെ മാതാപിതാക്കൾ. എൻ്റെ 22 വയസ്സ്. സ്വന്തം വീട്ടിൽ അത് പത്രത്തില് മാധ്യമത്തിന്റെ സൺഡേ സപ്ലിമെന്റിൽ മുഖ ഫീച്ചറായിട്ട്, ഫ്രണ്ട് ഫീച്ചറായിട്ട് വരികയാണ് 22 വയസ്സിൽ. അത് വലിയ വിപ്ലവം സൃഷ്ടിച്ചു വീട്ടില്. എന്തല്ല നിങ്ങൾ അതിനകത്ത് പറഞ്ഞത്? അത് എങ്ങനെയായിരിക്കണം, പ്രതികരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതിന് ഡീറ്റെയിലേക്ക് പോവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അത് പറയേണ്ട വലിയ പ്രശ്നങ്ങളായി പ്രതിസന്ധിയിൽ എത്തിച്ചപ്പോൾ അതിനുശേഷം പിറ്റേന്നാണ് എന്നോട് പിതാവ് പറയുന്നത്, നീ നിന്റെ വഴി നോക്കിക്കോളൂ, നാളെ മാർബിൾ കട തുറക്കാൻ നീ പോകേണ്ടതില്ല, എന്റെ കാര്യം നോക്കിക്കോളൂ, നീ ഖത്തറിൽ പോകാനല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ജോലി രാജിവെച്ച് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ജോലി കൊടുക്കുന്നത് ഞങ്ങളുടെ തന്നെ ഒരു കുടുംബ സുഹൃത്തായിരുന്ന PC ഹരിദാസ്. അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം മാഹി മുനിസിപ്പാലിറ്റിയിൽ എഞ്ചിനീയറായിരുന്ന ആളായിരുന്നു. അദ്ദേഹം ലോങ് ലീവ് എടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിനാണ് പിതാവ് തന്റെ ജോലി കൊടുത്തത്. അപ്പൊ അദ്ദേഹം റിട്ടയർ ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം ഞാൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. അദ്ദേഹമാണ് ഒരു ദിവസം എന്നോട് പറയുന്നത്, മൻസൂർ നീ എവിടെയായിരുന്നു? ഞാൻ അതിനിടയിൽ 2-3 ദിവസം ഞാൻ ഡൽഹിക്ക് പോയിരുന്നു, തൊണ്ണൂറുകൾ ജോലി തേടി പോയതാണ്. അന്ന് ഫാറൂഖ് മലക്കാർ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ ആ ഒരു ബന്ധത്തിന്റെ പേരിലാണ്. തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ നമുക്ക് ഒരു ദിവസം ഒരാളെ കാണാൻ പോകേണ്ടി, നീ എൻ്റെ കൂടെ യാത്രക്ക് തയ്യാറാണ്, ഒരു ജോഡി ഡ്രസ്സും കയ്യിൽ വെച്ചോളൂ. ആ ഡ്രസ്സും എടുത്തുകൊണ്ടാണ് അദ്ദേഹത്തോടൊപ്പം ഞാൻ ബാംഗ്ലൂരിലെത്തുന്നതും. എൻ്റെ പിതാവിൻ്റെയും ഒക്കെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന അഹമ്മദ് ഇസ അൽ ജത്താൽ, ഖത്തറിൽ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടറൊക്കെ ആയിരുന്നു. അദ്ദേഹം ഒരു റിക്രൂട്ടിംഗുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പോയി കാണുന്നു. അദ്ദേഹത്തോട് പറയുന്നു, ഞാൻ മൂസയുടെ മകനാണെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമായി. മൂസ ഇപ്പോഴും എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ വിസ എടുത്ത് അദ്ദേഹമാണ് കൊണ്ടുപോകുന്നത്. ഞാൻ അവിടെ ചെത്തിയപ്പോൾ എന്നോട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, I have met across a lot of managers in my life, but I never come across a man like Mr. Musa. അത്രയേറെ പ്രൗഢി ഉണ്ടായിരുന്നു. അതേ തലത്തിലുള്ള ഒരു പെരുമാറ്റവും ആ ഒരു പ്രൊഡക്ടിവിറ്റിയും മൻസൂറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ എനിക്ക് ഫാദറിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു മാതൃകാ അതെനിക്ക് കൂടുതൽ ബോധ്യപ്പെടുകയാണ്. അങ്ങനെ എത്ര കാലം ഖത്തറിലുണ്ടായിരുന്നു? ഞാൻ ഏതാണ്ട് 2004 വരെ. 2004 വരെ ഖത്തറിലെ പ്രധാന ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു? ജോലി എന്നുള്ളത് താങ്കളുടെ ഒരു സംഭവം, അതവിടെ നിൽക്കട്ടെ, അതെല്ലാ പ്രവാസിയും എഴുത്തുണ്ട്. എഴുത്തിൽ ആദ്യം എന്താണ് ഈ മാധ്യമത്തിൽ വന്നതിന് ശേഷം പിന്നെ എന്താണ് എഴുതുന്നത്? അതിൽ അത് മാത്രമല്ല മറ്റ് പലപ്പോഴായിട്ട് കലാകൗമുദിയിൽ എഴുതിയിട്ടുണ്ട്, കഥ എഴുതിയിട്ടുണ്ട്. എന്താണ് താങ്കളുടെ കഥയുടെ ഒരു കാമ്പ് എന്തായിരുന്നു ആ കാലഘട്ടത്തിലെ കഥ? ഒന്ന്, താങ്കൾ വീട്ടിൽ പ്രതികരിക്കാൻ കഴിയാത്ത ഒരു മകന്റെ ഒരു വേദനകൾ പങ്കുവച്ചു. അതിനുശേഷം താങ്കളുടെ കാമ്പ് എന്തായിരുന്നു? നിരവധി. അതിന് മുമ്പ് ഖത്തറിൽ വരുന്നതിന് മുമ്പും കുറെ എഴുതിയിട്ടുണ്ട്. മാതൃഭൂമിയിൽ വാരാന്ത്യ പതിപ്പിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അന്ന് ഗോപി പയ്യന്നൂരായിരുന്നു അതിന്റെ എഡിറ്റർ. അദ്ദേഹത്തിന്റെ പ്രോത്സാഹനത്തിന്റെ ഫലമായിട്ട് മാതൃഭൂമിന്റെ മെയിൻ ഫീച്ചറിലൊക്കെ മാഹിയെ കുറിച്ച്, മാഹി മാറുന്ന മുഖങ്ങൾ മാറാത്ത ശീലങ്ങൾ, അതിനുശേഷം തുറമുഖം സ്വപ്നം കാണുന്ന മയ്യഴി, അതും മാതൃഭൂമി. മാഹിയുടെ വികസനം താങ്കൾ എപ്പോഴും എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആ ശങ്കകൾ എപ്പോഴും ഉണ്ട്. അത് കുറെയൊക്കെ നടപ്പിലായി, കുറെയെല്ലാം നടപ്പിലാകാതെ ഇപ്പോഴും സ്വപ്നം കാണും. പിന്നെ എഴുത്ത് വേറെ ഏതൊക്കെ മേഖലയിലേക്കാണ് പോയത്? പിന്നെ മേഖലയിലേക്ക് പോയത്, ഞാൻ ഒരു മലയാളി ഒരു ഗൾഫിലേക്ക് എത്തുമ്പോൾ ഒരു അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നടുവിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളോടൊപ്പം നമ്മുടെ നാട്ടുകാർ മാത്രമല്ല, നമ്മുടെ രാജ്യക്കാർ മാത്രമല്ല, ഒരുപാട് രാജ്യക്കാരുടെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരും. ആ കാഴ്ചപ്പാടുകളാണ് പിന്നീട് അന്താരാഷ്ട്ര ചലനങ്ങളെക്കുറിച്ച് എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചതും അവിടെ നിന്നുകൊണ്ട് കാണുന്ന ലോകത്തെ ഞാൻ എഴുതി തുടങ്ങിയതും അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഓവർസീസ് സംഘടന ഖത്തറിൽ ആദ്യമായിട്ട് രൂപം കൊടുക്കാൻ മുൻകൈയെടുക്കുന്നതും അതിൻ്റെ ആദ്യത്തെ കൺവീനർ ഇന്ന് നമ്മുടെ KPCC പ്രസിഡന്റായി പിരിഞ്ഞു പോയ കെ സുധാകരൻ ആദ്യമായിട്ട് ഗൾഫ് സന്ദർശിക്കുമ്പോൾ ഖത്തറിലെത്തിയപ്പോൾ അദ്ദേഹം അന്ന് MLA ഒന്നും ആയിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹമാണ് എന്നെ കൺവീനറാക്കിക്കൊണ്ട് അന്ന് ഞങ്ങളൊരു ഇന്ത്യൻ കൾച്ചറൽ ആൻഡ് ആർട്ട് സൊസൈറ്റി ഇൻകാസ് എന്ന പേരിലാണ് ഖത്തറിൽ വന്ന് സംഘടന പ്രഥമ പ്രസിഡന്റാണ്. അതിന്റെ ആദ്യത്തെ കൺവീനറായിരുന്നു. ഞാൻ പറഞ്ഞു അതിനൊരു പ്രസിഡന്റിനെ കണ്ടെത്തിയ എന്നെ ഈ ചുമതലയിൽ നിന്ന് വിട്ടു തരണം. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എന്താ വേണ്ടുന്നത് സൗകര്യങ്ങൾ ചെയ്യാം. ഞാൻ ഇന്നും അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ ഫോർഫ്രണ്ടിൽ വരാൻ അതും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ മുഴുവനും മലയാളികൾ മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും വിദേശ രാജ്യങ്ങളിലെ ആളുകളുടെ സംഘടിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ്. എന്താണ് ഈ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് അപ്പുറത്തേക്കുള്ള കോൺഗ്രസ് എന്ന് നമുക്കൊന്ന് ചോദിക്കാം. എങ്ങനെയാണ് അതിന്റെ സംഘടനാ സിസ്റ്റം? എന്താണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ്? ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് എന്നുള്ളത് രാജ്യങ്ങളിലുണ്ട്. ഓൾ ഇന്ത്യ AICCയുടെ ഓവർസീസ് ഡിപ്പാർട്ട്മെന്റാണ്. അതിന്റെ ചെയർമാൻ ഇന്ത്യയുടെ ടെലികോം വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാം പിട്രോഡയാണ്. അദ്ദേഹമാണ് അതിന്റെ ചെയർമാൻ. അദ്ദേഹം ചെയർമാനായിട്ടുള്ള ആ സംഘടനയുടെ മിഡിൽ ഈസ്റ്റിന്റെ, അതായത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ചുമതലയാണ് എനിക്ക് തന്നത്. എത്ര രാജ്യങ്ങളുണ്ട്? പശ്ചിമേഷ്യൻ ഗൾഫ് രാജ്യങ്ങളും അതോടൊപ്പം തുർക്കിയും ഈ രാജ്യങ്ങളുടെ എല്ലാം കൺവീനറാണ് ചുമതല. ആ രാജ്യങ്ങളിലൊക്കെ അതിന് പ്രസിഡന്റും അതിന്റെ പ്രവർത്തകരുണ്ട്. ഏത് ഇയറിലാണ് ആ പോസ്റ്റിലേക്ക് താങ്കൾ എത്തുന്നത്? അത് രാഹുൽ ഗാന്ധി ദുബായിലേക്ക് സന്ദർശനം നടത്തുന്ന വർഷമുണ്ടല്ലോ, അന്നാണ് ആ പരിപാടിയുടെ ചുമതല കൂടി ഏൽപ്പിച്ചുകൊണ്ട് സാം പിട്രോഡയാണ് എന്നോട് ആവശ്യപ്പെടുന്നത് ഇതിന്റെ കൺവീനർ. അദ്ദേഹം ചെയർമാനും താങ്കൾ കൺവീനർ. സാം പിട്രോയുടെ ആസ്ഥാനം എവിടെയാണ് ശരിക്കും ഇപ്പോൾ? അദ്ദേഹം ചിക്കാഗോയിലാണ്. അദ്ദേഹം ഓവർസീസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതേ പറഞ്ഞതുപോലെ തന്നെ പണ്ട് രാജീവ് ഗാന്ധിയുടെ കാലത്താണല്ലോ രാജീവ് ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശാവ് എന്നുള്ള നിലയിൽ മാത്രമല്ല 4-5 മിഷനുകളുടെ ചെയർമാനായിരുന്നു അദ്ദേഹം. അതിലൊക്കെ ചുക്കാൻ പിടിച്ച ആളോടൊപ്പമാണ് താങ്കളുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. താങ്കൾ ഈ എഴുത്തിന്റെ ലോകത്തേക്ക് ഈ പത്ര കൗമുദിയിലും മാതൃഭൂമിയിലും ഒക്കെ എഴുതി, അത് സ്വാഭാവികമായിട്ടും താങ്കളിൽ വളർന്നു വന്ന ഒരു സാഹചര്യം എഴുത്തുകാരനോട് എഴുതി. ഒരു പുസ്തകം എപ്പോഴാണ് ആദ്യം പിറക്കുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ സജീവമായത് മനോരമയുടെ ഖത്തറിൽ അന്ന് ഇറാഖ് വാർ നടക്കുന്ന സമയത്താണ്. അന്ന് ഈ യുദ്ധകാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് മനോരമയ്ക്ക് വേണ്ടി ഞാനായിരുന്നു. പത്രപ്രവർത്തനത്തിന്റെ എന്റെ ബൈലൈനിലായിരുന്നു അന്ന് ഖത്തറിലായിരുന്നു. അതെ, കാരണം അന്ന് സൈനിക ആസ്ഥാനം ഖത്തറിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പത്രസമ്മേളനത്തിനൊക്കെ ഞാൻ പോകാറുണ്ടായിരുന്നു. അന്ന് പനച്ചിപ്പുറം അദ്ദേഹവുമായിട്ട് ഇത് മനോരമയുടെ എഡിറ്റർ ഉണ്ടല്ലോ, നല്ല സൗഹൃദമായിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് മനോരമയിൽ നിന്ന്, അതൊക്കെ എൻ്റെ ഒരു ജോലിയുടെ ഭാഗമായിട്ടല്ല കേട്ടോ, പാഷനായിട്ടാണ്. ഫ്രീലാൻസ് ജേർണലിസം, സ്വതന്ത്ര പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മലയാള മനോരമയ്ക്ക് ഉണ്ട് യുദ്ധ സമയത്തൊക്കെ റിപ്പോർട്ടുകൾ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധ സംബന്ധമായിട്ട് നിരവധി ലേഖനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ലേഖനങ്ങളൊക്കെ പിന്നീട് സമാഹരിക്കണമെന്ന് തോന്നിയത് എൻ്റെ സുഹൃത്തുക്കൾ സോമൻ പന്തക്കലും അതുപോലെ തന്നെ നൌഷാദ് അഞ്ചൽ എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തുള്ളൊരു പത്രപ്രവർത്തകൻ, ഇവരൊക്കെ പറഞ്ഞതാണ്, ഒരു തവണ അമേരിക്കയിൽ നിന്നുള്ള വാർത്തകൾ വരികയാണ് പത്രത്തിൽ, ഇങ്ങനെ സൂസൈഡ് ചെയ്യുന്നു, സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. മൻസൂർ ഭായ്, നിങ്ങളല്ലേ ഇതിനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത്? അപ്പോൾ അത് സംഭവിച്ചു. എനിക്ക് തോന്നുന്നത് ഇറാഖ് യുദ്ധം റിപ്പോർട്ട് ചെയ്യുമ്പോൾ താങ്കളിലുണ്ടായ അനുഭവങ്ങളാണോ അത്തരം ഒരു എഴുത്തിലേക്ക്? എനിക്കറിയില്ല, കാരണം ഞങ്ങളെ സംബന്ധിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അമേരിക്കയുടെ സാമ്പത്തിക ക്രൈസിസ്, അവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധി മുൻകൂട്ടി കാണാൻ താങ്കളെ പരുവപ്പെടുത്തിയതിന് ചില കാരണങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും അതാണ് നമുക്ക് അറിയേണ്ടത്. എളുപ്പമല്ല, കാരണം നമുക്കൊരു മൂന്നാം കണ്ണ് അല്ലെ 6ാം ഇന്ദ്രിയം പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു തീ വേണം. ആ തീ എന്തായിരുന്നു ശരിക്കും? അത് ഞാൻ പറഞ്ഞാൽ അത് സത്യത്തിൽ ഞാൻ പോയത് അമേരിക്ക എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള താല്പര്യം പശ്ചിമേഷ്യയെക്കുറിച്ച് കാണിക്കുന്നത് എന്ന ഒരു റിസർച്ചിലേക്ക് എൻ്റെ ശ്രദ്ധ പോയി. ആ ഒരു റിസർച്ചാണ് അവർക്ക് സൈനിക താവളങ്ങൾ, ഏതാണ്ട് 700ഓളം സൈനിക താവളങ്ങൾ ലോകമൊട്ടുക്കുമായിട്ടുണ്ടെന്നും അത് ഈ വാറിന് ശേഷം അത് നിലനിർത്തിക്കൊണ്ടുപോവുക വലിയ പ്രയാസമായിരിക്കും. കാരണം ഓരോ രാജ്യത്തും വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള സൈനിക താവളങ്ങളെ, അതായത് മിലിറ്ററി ബേസുകൾ, അത് ഇവർക്കൊരു ബാധ്യതയായി മാറുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ ഒരു മനസ്സിലാക്കലിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുകയും അതിൽ പഠിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതൊരു സാമ്പത്തിക ക്രൈസിസിലേക്ക് കൊണ്ടുപോകും എന്നുള്ളൊരു നിരീക്ഷണം എന്നിൽ രൂപപ്പെടുന്നതും. ഈ അറബ് വിപ്ലവമൊക്കെ താങ്കൾ എങ്ങനെയാ അതിന്റെ ഒരു നിരീക്ഷണത്തിലേക്ക് എങ്ങനെയാ പോകുന്നത്? അതൊന്നും ശരാശരി മലയാളി കടന്നു പോകാത്ത ചില വഴികളാണ് ഇതെല്ലാം. സത്യത്തില് ഒരു പള്ളൂരുകാരൻ ഇതൊക്കെ നിരീക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇപ്പം അറബ് വിപ്ലവം താങ്കൾ നിരീക്ഷിക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെ ഉടലെടുക്കുന്നത്? അറബ് ലോകത്ത് ജീവിക്കുന്നത് കൊണ്ട് തന്നെ
ഈ അറബ് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അറബ് ലോകത്ത് ഒരു വിപ്ലവം വരുന്നതിന് 6 വർഷം മുമ്പാണ് ലാറ്റിൻ അമേരിക്കൻ പ്രഭാതം, പശ്ചിമേഷ്യയുടെ പ്രചോദനം. മിഡിൽ ഈസ്റ്റിന് ലാറ്റിൻ അമേരിക്കയിലുണ്ടായ വിപ്ലവം പ്രചോദനമായി മാറുമെന്ന് പറയുന്നത്. അതിൽ തന്നെ എൻ്റെ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ എഴുതുന്നത് 6 വർഷം മുമ്പാണെന്ന് ഓർക്കണം, ഈ വിപ്ലവങ്ങൾക്ക് വരുന്നതിന് മുമ്പ്. ചെഗുവരയുടെ ചിത്രം അറബ് യുവാക്കൾക്ക് പ്രിയപ്പെട്ടതായി മാറുന്നു. അവരുടെ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു കമന്റ് ആണ്. അറബ് യുവാക്കൾ ചെഗുവേരയെ ആരാധിക്കാന്ന് നിരീശ്വരവാദത്തിന്റെ വേറൊരു തലങ്ങളിലേക്ക് മനുഷ്യനെ. ഷാവേസ്, വെനീസ്വലയുടെ ഷാവേസ് അവർക്ക് പ്രിയപ്പെട്ടവനായി മാറുന്നു. ആ റാമല്ലയിലും ഗാസയിലും ഒക്കെ നടക്കുന്ന ജാഥകളിൽ ഷാവേസിൻ്റെയൊക്കെ പടങ്ങളേന്തിക്കൊണ്ടാണ് അവർ ഇടതുപക്ഷ, അതായത് വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് ഇവരൊക്കെ തന്നെ. ഇവരൊക്കെ അറബുമായിട്ടോ അതല്ലെങ്കിൽ അവരുടെ സംസ്കാരവുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത നേതാക്കളാണ്. അത് എന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിന്തിപ്പിച്ചു, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ. അപ്പോൾ അവിടെയുള്ള സാമ്രാജ്യത്വത്തോടുള്ള ഒരു വിരോധമായിരുന്നു അവരിലേക്ക് വിപ്ലവ വീര്യം പടർത്തിവിടാൻ കാരണമായതെന്നും ഇതുപോലുള്ള ആ കാലത്തെ വിപ്ലവ നേതാക്കന്മാരോട് ഒരു പ്രതിപത്തി അവർക്ക് ഉണ്ടാവാനുണ്ടായ കാരണം ഇതൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ആ ലേഖനം എഴുതാൻ അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നീട് ഏതാണ്ട് 5ഓളം പുസ്തകങ്ങൾ. പേര് ഓർമ്മയുണ്ടോ? കുറച്ച് പറയാൻ. അത് തീർച്ചയായിട്ടും. ആദ്യത്തെ പുസ്തകം ഏതായിരുന്നു? 21ാം നൂറ്റാണ്ട് ആരുടേത്. എന്താണ് അതിന്റെ ഇതിവൃത്തം? അതാണ് ഞാൻ എഴുതിയിട്ടുള്ള പലപ്പോഴായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. അതിലാണ്. രണ്ടാമത്തത് ആരാണ് ഭാരതീയൻ. ഭാരതീയരെ കുറിച്ച് താങ്കളുടെ ഒരു കോൺസെപ്റ്റ് എന്തായിരുന്നു അതിലൂടെ? തീർച്ചയായിട്ടും അതിൽ ഇന്ന് ഒരുപാട് ചർച്ച. ആരാണ് ഭാരതീയൻ? അതിലേക്കൊക്കെ പോകുമ്പോൾ അതൊരു വലിയ വിഷയമായതുകൊണ്ട് മാത്രം താങ്കളുടെ ചിന്ത, ആ ബീജം രൂപം കൊണ്ടപ്പോൾ താങ്കളുടെ മനസ്സിൽ വന്ന 1-2 വാക്കുകൾ മാത്രം. ആരാണ് ഭാരതീയർ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ചിത്രമേ ഉള്ളൂ. ഭാരതീയത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംസ്കാരവുമായി മാത്രം രൂപപ്പെട്ട് നമുക്ക് നിർവഹിക്കാനാവുന്ന. അതെ, അത് ഭാരതം എന്ന് പറയുന്നത് ഭാരതത്തിലെ വാതിലുകൾ തുറന്നു വെച്ചിരുന്നു. ഏതർത്ഥത്തിൽ ഞാൻ പറയുന്ന അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം, അതിന്റെ സാങ്കേതിക അർത്ഥത്തിലല്ല. ഒരു നിരവധി സംസ്കാരങ്ങൾ ഭാരതത്തിലേക്ക് കടന്നു വന്നതാണ് ഏറ്റവും കൂടുതൽ. ഇന്ത്യയിലേക്ക് കടന്നു വന്നത് പോലുള്ളത്രയും സംസ്കാരങ്ങൾ ലോകത്ത് മറ്റൊരിടത്തും പോയിട്ടില്ല. ആരാണ് ഭാരതീയൻ എന്ന് കഴിഞ്ഞു. പിന്നെ മൂന്നാമത്തെ വിഷയം പിന്നെ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട മലയാള സിനിമ. മലയാള സിനിമ നിന്ന് ഒരു 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 മലയാള സിനിമയെ കുറിച്ചൊരു ചിന്ത. ബാക്കിയൊന്നും താങ്കൾ പറയുമ്പോൾ സിനിമ കടന്നു വന്നിട്ടില്ല. എങ്ങനെ സിനിമ താങ്കളിലേക്ക് കടന്നു വന്നു? സിനിമ എന്നോടൊപ്പം പണ്ടേ ഉണ്ടായിരുന്നു. അതായത് ഏറ്റവും ചെറുപ്പത്തിൽ പോലും ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ മനസ്സിൽ കണ്ടു തുടങ്ങിയത് എൻ്റെ മാമനുണ്ട്, നാസർ എന്ന് പറയും, എൻ്റെ മാമൻ. ആ മാമൻ ഞങ്ങൾക്ക് രാത്രിയിൽ കഥകൾ പറഞ്ഞു തരുന്നു. കഥകൾ പറഞ്ഞു തന്ന എനിക്ക് ആദ്യം പറഞ്ഞു തന്ന കഥകൾ മഹാഭാരത കഥകളായിരുന്നു, രാമായണ കഥകളായിരുന്നു. ആ കാലത്ത് ഇന്ന് അദ്ദേഹം ബിസിനസ്സുകാരനാണ്. അന്ന് അദ്ദേഹം ഈ കഥകളൊക്കെ മഹാരാഷ്ട്രയിലാണ് ഞാൻ പറഞ്ഞല്ലോ. ആ കാലഘട്ടത്തിൽ യാഥാസ്ഥിക ചിന്തകളുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് മലബാറിലൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകാൻ തന്നെ അവിടെ മാളിയേക്കൽ മറിയുത്താത്ത ഇംഗ്ലീഷ് പഠിക്കാൻ ഇറങ്ങിയപ്പോൾ വിപ്ലവമായി കണ്ട നാടാണ്. അവിടെ മഹാഭാരതവും രാമായണവും. അത് വരാനുള്ള കാരണം ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എൻ്റെ അമ്മാവന്മാരൊക്കെ തന്നെ കുടുംബാംഗങ്ങളെ പോലെ ചേർത്ത് പിടിച്ചവരാണ്. നാരായണേട്ടനായിക്കൊള്ളട്ടെ, ഹരിദാസേട്ടനായിക്കൊള്ളട്ടെ, തൊട്ടടുത്തുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. മഹാഭാരതവും രാമായണമൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് നല്ല സന്ദേശമാണ്. അതെ, അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം അന്ന് നമ്മൾ പഠിക്കുന്ന കാലത്തല്ല ഇന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമ്മുടെ ഭാവനയെ, ഫാന്റസിയൊക്കെ ഏറ്റവും കൂടുതൽ ഉദ്ദീപിപ്പിക്കുന്നത് മഹാഭാരതം പോലെയും രാമായണം പോലെയും വേറൊരു കൃതിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം എന്റെ മാമനും. അത് കഴിഞ്ഞിട്ട് വരുന്ന പുസ്തകം, അത് കഴിഞ്ഞിട്ട് പുസ്തകത്തിന്റെ കാര്യമല്ല, ഞാൻ സിനിമയാണ് പറഞ്ഞത്. സിനിമ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടൊപ്പം സിനിമ കാണാൻ പോകാറുണ്ട് ഞങ്ങൾ. അത് ഞങ്ങൾ പലപ്പോഴും തന്നെ വീട്ടുകാരറിയാതെ കണ്ണുവെട്ടിച്ചൊക്കെ സിനിമ കാണുന്നത് തലശ്ശേരി ചിത്രവാണിയിലും ലോട്ടസിലൊക്കെ. അന്ന് ചെറിയ പ്രായത്തിൽ ഞാൻ പറയുന്നത്, അന്ന് സിനിമ കണ്ടിരുന്ന ആ സിനിമ മനസ്സിൽ സിനിമയാണ് അതിനെക്കുറിച്ച് എഴുതാൻ പ്രചോദനമായി. എഴുതാൻ മാത്രമല്ല, സിനിമ ചെയ്യണമെന്നൊക്കെ അതിനെക്കുറിച്ച് പറയണം. നമ്മുടെ സമയം വളരെ പരിമിതമാണ്. പിന്നെ ഇറങ്ങിയ ഒരു പുസ്തകമാണ് ഇത്, അല്ലെ? കോവിഡിന് ശേഷമുള്ള അത് പുസ്തകമായിട്ടുള്ള സാംപിട്രോയുടെ ഒരു പുസ്തകമുണ്ട്, റീഡിസൈൻ ദ വേൾഡ്. ലോകം പുനർനിർമ്മിക്കാൻ സമയമായെന്നും പണ്ട് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നമ്മുടെ ഐക്യരാഷ്ട്രസഭയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും IMF ഒക്കെ രൂപം കൊള്ളുന്നത് അങ്ങനെയാണ്. അന്ന് നിർമ്മിച്ച ആ അന്താരാഷ്ട്ര
സംവിധാനങ്ങൾ പൊളിച്ചെഴുതണമെന്ന് പറഞ്ഞുകൊണ്ട് സാം പിട്രോൾ എഴുതിയൊരു പുസ്തകമുണ്ട്, റീഡിസൈൻ ദ വേൾഡ്. അദ്ദേഹം അത് എഴുതി കഴിഞ്ഞ ഉടനെ അതിന്റെ റഫ് കോപ്പി എനിക്ക് അയച്ചു തന്നിട്ടു. ഞങ്ങൾ തമ്മിൽ അത്രയും നല്ല സൗഹൃദം. എന്നോട് പറഞ്ഞു, മൻസൂർ ഇത് വായിച്ചതിന് ശേഷം നിങ്ങളുടെ നിർദ്ദേശങ്ങളും സജഷൻസും എനിക്ക് അയച്ചു. അങ്ങനെ എങ്ങനെയാണ് ഒരു സിനിമ നിർമ്മാതാവിലേക്ക് എത്തുന്നത്, തിരക്കഥ എഴുതുന്നത് എങ്ങനെ, അതിൻ്റെയൊക്കെ ഗാനരചന നടത്തുന്നു, ഈ രംഗത്തേക്കൊക്കെ അങ്ങനെ സിനിമ കണ്ടു, സിനിമയെ താങ്കൾ പ്രണയിക്കുന്നു, മഹാഭാരതം കണ്ടു, രാമായണം കണ്ട ഓർമ്മകൾ, അങ്ങനെ കടന്നു വരുന്ന താങ്കൾ ഒരു സിനിമ നിർമ്മാതാവിൻ്റെ റോളിലേക്ക് എങ്ങനെ എത്തുന്നു? എന്താണ് അതിൻ്റെ സാഹചര്യം? ഒരു പ്രവാസി വ്യവസായി. സിനിമ മനസ്സിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന്. എൻ്റെ അടുത്ത് സുഹൃത്താണ്, പത്രപ്രവർത്തന സുഹൃത്താണ്, 35 വർഷമായിട്ട് EM അഷ്റഫ്, കൈരളിയിലുണ്ടായിരുന്ന കേരള മോദിയുടെ കണ്ണൂർ ബ്യൂറോ ചീഫ്. അദ്ദേഹം ഒരു തവണ എന്നോട് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് ഷാർജയിൽ പോയപ്പോൾ പറഞ്ഞതാണ്, മൻസൂർ ഞാനൊരു സിനിമ ആലോചിക്കുന്നുണ്ട്, അതായത് ഗുരു എന്നുള്ള സബ്ജക്റ്റ് അദ്ദേഹത്തിൻ്റെ തന്നെ കഥയാണ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് സഹകരിക്കാൻ താല്പര്യപ്പെടുമോന്നില്ല. അപ്പോൾ ഗുരു എന്ന് കേട്ടപ്പോൾ എനിക്കതൊരു എന്താണെന്ന് അറിയാനൊരു താല്പര്യം തോന്നി. അത് അറബ് ലോകവും അതുപോലെ തന്നെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന, അറബികളും കേരളവുമായി ബന്ധിപ്പിക്കുന്ന, അവരാദ്യമായിട്ട് പലായനം ചെയ്യാൻ പ്രവാസത്തിന് അവർക്ക് എൻ്റെ ഫാദറായിരുന്നു. അതുകൊണ്ട് തന്നെ അത് എൻ്റെ വൈകാരികമായിട്ട് ഞാനും അതല്ല അതിന്റെ തിരക്കഥയിൽ എനിക്ക് ഭാഗമില്ല. തിരക്കഥ ഉണ്ടായ സാഹചര്യം മോണിക്ക ഒരു AI സ്റ്റോറി എന്താണ് ഈ ഒരു ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമ താങ്കളുടെ ആണെന്ന് പറയുന്നത്. എങ്ങനെയാണ് അങ്ങനെ ഒരു ആശയം വരാൻ കാരണം? ആ ആശയം വരുന്നതിന് എനിക്ക് പ്രചോദനമായി മാറിയത് എൻ്റെ മകനാണ്. എന്താണ് മകന്റെ പേരെന്താണ്? മനാസ്. എന്താണ് കാരണം? അവനാണ് എന്നോട് ഞാനൊരു പുതിയ സിനിമ ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോൾ, മനാസ് എൻ്റെ ഒരു സുഹൃത്തിനെ പോലെയാണ്, ഞങ്ങൾ പലപ്പോഴും പല കാര്യങ്ങൾ സംസാരിക്കുന്ന പോലെ. ചെറിയവനാണെങ്കിൽ അവനന്ന് +2 പഠിക്കാൻ സൗദി അറേബ്യയിൽ തന്നെ. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ അവനോട് ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾക്ക് AI കുറിച്ചൊരു സിനിമ എടുത്തുകൂടെ? AI എന്ന് അന്നേരം ഞാൻ പറയുന്നത് ഒരു 4-5 വർഷം മുമ്പുള്ള സമയമാണ്. അന്ന് AI ഒന്നും ആരും ഇല്ല. ഇവൻ തന്നെ പറയുകയാണ് എന്നോട്, AI നിങ്ങൾക്ക് സിനിമയാക്കാലോ ഈ സബ്ജക്റ്റ്. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ തിരക്കേടില്ലാത്തൊരു വിഷയമാണെന്ന് ഞാൻ ഡയറക്ടറോട് പറയുകയാണ്. വേറൊരു കഥയായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്, വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ഒരു കഥ, അപ്പം ഈ AI എന്താണെന്നുള്ളതിലേക്ക് അഷ്റഫ് ഞാനും ഡിസ്കസ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നു കൊണ്ടാണ് അതിൻ്റെ തിരക്കഥ തയ്യാറാക്കുന്നത്. ഗാനരചന എങ്ങനെയാണ് കടന്നു വരുന്നത്? അത് ഈ പറഞ്ഞതുപോലെ സംവിധായകൻ പറയുകയാണ് എന്നോട്, നിങ്ങൾ നന്നായി എഴുതുന്ന ആളാണ്, നിങ്ങൾക്ക് ഗാനവുമായിട്ട് നല്ല ബന്ധമുണ്ട്, നിങ്ങൾക്ക് തന്നെ എന്തുകൊണ്ട് ഇതിൻ്റെ പ്രൊമോഷൻ സോങ് എഴുതിക്കൂടാ എന്ന് എന്നോട് ചോദിക്കുക. പൊതുവെ പാടാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ ആരും പാടാത്തവരാരും ഉണ്ടാവില്ല. സംഗീത ബോധം എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ സംഗീതം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ആളാണ്, കേൾക്കാറുണ്ട്. ഇതുവരെ എഴുതിയിട്ടൊന്നും ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് അതിന്റെ ഒരു മനസ്സിൽ ഞാൻ ഒരു ബലം, എനിക്കൊരു ഒരു സംതൃപ്തി ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ. ഒരു ചോദ്യം, താങ്കൾ ഖത്തറിൽ പോയി പിതാവ് ഏൽപ്പിച്ച ജോലിയിൽ പ്രവേശിച്ചു. ഒരു ജോലിക്കാരിൽ നിന്ന് താങ്കളുടെ വ്യവസായിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എപ്പോഴാണ്? ആ രൂപാന്തരപ്പെടുന്നത് എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ്? അതായത് കോവിഡ് കാലത്താണ് പലപ്പോഴും ഗൾഫിൽ നിന്ന്, പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നിന്നൊക്കെ ആളുകൾ തിരിച്ചു വരിക, നാട്ടിൽ വരികയാണ്. നാട്ടിൽ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടൊരു കാലയളവാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സമയത്ത് അതിന്റെ കുറച്ച് മുമ്പാണ് ഞങ്ങൾ സൗദി അറേബ്യയിൽ OICC. താങ്കൾ ഖത്തറിലാണ് ജോലി? ഖത്തറിൽ നിന്ന് പിന്നീട് സൗദി അറേബ്യയിലേക്ക് വന്നത്. അത് ഈ കമ്പനി തന്നെയാണോ? അല്ല, അത് വേറെ പുതിയൊരു മേഖല. ഖത്തറിലെ ജോലി ഉപേക്ഷിക്കാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നത്? ഖത്തറിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയതാണ് സൗദിയിലേക്ക് ചേക്കാറാനില്ല. ഞാൻ അന്ന് അറിഞ്ഞല്ലോ, അന്ന് വളരെയധികം സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം ഇതൊക്കെ വന്നപ്പോൾ അതിനൊന്ന് വിരാമമിടാൻ സമയമായി. എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനൊന്നും മറ്റു പല മേഖലകളിലും രാഷ്ട്രീയവും സാംസ്കാരികവും ഒക്കെ സജീവമാണെങ്കിലും എനിക്കൊരു വീട് അതില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ്. അല്ല, ഞാൻ അവിടെ നമ്മുടെ പത്മശ്രീ CK മേനോൻ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടോ, നോർക്കയുടെ ഒക്കെ, അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും ഞാനിങ്ങനെ ഒരു പുതിയ മോഹൻ തോമസ് ഞാൻ അടുത്ത സുഹൃത്താണ്. അതുപോലെ തന്നെ ഡോക്ടർ മോഹൻ തോമസ്, അതുപോലെ തന്നെ നമ്മുടെ ഹസൻ കുഞ്ഞി, ഡോക്ടർ എന്റെ സുഹൃത്താണ്. അതുപോലെ ഡേവിസ് എടക്കളത്തൂർ, ഞങ്ങളുടെ ഖത്തറിലെ സുഹൃത്തുക്കളാണ്. ഞാൻ ഖത്തറിൽ പോയ ഇവരൊക്കെ കാണലുണ്ട്. അങ്ങനെ തന്നെയായിരുന്നു. ഈ പത്മശ്രീ CK മേനോൻ സാറിനോട് ഞാൻ പറയുന്നത്, ഞാൻ സ്വന്തമായ ഒരു പരിപാടിയായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ, അത് എന്തുകൊണ്ട് വൈ കാൻറ്റ് യു ജോയിൻ വിത്ത് മീ, ഞങ്ങൾക്കൊന്നിച്ച് മുന്നോട്ട് പോയി കൂടെ എന്നുള്ള നിലയിലാണ് സൗദിയിൽ അദ്ദേഹത്തിന്റെ തന്നെ, അദ്ദേഹം ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഹൈഡ്രോ കാർബൺസ്, അത് ബൈ റോഡ് ആൻഡ് ബൈ സീ, അതിന്റെ മൂവ്മെന്റ് ആണ്. കടൽ മാർഗവും ബിസിനസ് അവിടെ വളർന്നു അതിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. സൗദിയിൽ നിന്ന് ഈ അമേരിക്കയിലേക്ക് അതിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പൊ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് കൂട്ടായ്മയോട്. അമേരിക്കയിൽ എന്താണ് തുടങ്ങിയത്? അമേരിക്കയിൽ അതിലേക്കാണ് വരുന്നത്.
അമേരിക്കയിലുള്ള ഒരു സയന്റിസ്റ്റ് എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ഡോക്ടർ മാത്യു സാമുവൽ, മലയാളിയാണോ? മലയാളിയാണ്. അപ്പോൾ അദ്ദേഹം വർഷങ്ങളായിട്ട് എങ്ങനെ അദ്ദേഹത്തെ പരിചയപ്പെട്ടത്? ലംബർജറിലും അതുപോലെ തന്നെ വെതർഫോർഡിലും ഒക്കെ നേരത്തെ ജോലി ചെയ്ത് ആ scientist വെതർഫോർഡിന്റെ വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തെ എവിടുന്നാണ് അദ്ദേഹത്തെ സൗദിയിൽ നിന്നാണ് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് അദ്ദേഹത്തോടൊപ്പം ചേർന്നുകൊണ്ടുള്ള ഒരു സംരംഭത്തിന് ഞാൻ മുതിരുമ്പോൾ ഞാൻ ആദ്യം ജോലി ചെയ്യുന്നൊരു സംരംഭമുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ CK മേനോൻ, അദ്ദേഹത്തിന്റെ മകനാണ് JK മേനോനാണ് ഇപ്പോൾ അതിന്റെ ചെയർമാൻ. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഈ ഒരു ഇതിന്റെ കമ്പനിയുടെ ചെയർമാൻ ആവാൻ അവരെന്നെ ക്ഷണിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു സംരംഭം. എന്തൊക്കെയാണ് നിങ്ങളുടെ അവിടുത്തെ പ്രൊഡക്ടിവിറ്റി, എന്തൊക്കെയാണ് അവിടുത്തെ ബിസിനസ് അമേരിക്കൻ ബേസ് ചെയ്തിട്ടുള്ള? എലക്ട്രോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ഫീൽഡ് രംഗത്തും അതുപോലെ തന്നെ ഡ്രില്ലിംഗ് മേഖലയിലും ഒക്കെ തന്നെയുള്ള കെമിക്കലിന്റെ മാനുഫാക്ചറിങ്. സൗദിയും അമേരിക്കയും വിട്ടു. സൗദി അമേരിക്ക ഇന്ത്യയിലുണ്ട്. എറണാകുളത്ത് എവിടെയാണ് ആ ബിസിനസ് ഉള്ളത്? എറണാകുളത്ത് അതിന്റെ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. പിന്നെ വേറെ എവിടെയാണ്? ഇവിടെ കണ്ണൂർ ജില്ലയിൽ താങ്കൾ എന്തൊക്കെ? കണ്ണൂർ ജില്ലയിൽ കൊളക്കാട് ഒരു ബോട്ട്ലിംഗ് പ്ലാന്റ്. കൊളക്കാട് എന്ന് പറഞ്ഞാൽ മലയോരത്ത് പേരാവൂർ ആ ഭാഗത്ത് തന്നെ. അവിടെ ആദ്യമായിട്ട് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് സൗദിയിലുള്ള ഇൻവെസ്റ്റേഴ്സിന്, സൗദികളെ അവരുടെ 50% അവരാണ് സൗത്ത് റിഫ്രഷ്മെന്റ് ഇൻഡസ്ട്രീസ്. മെയിനായിട്ട് ഇപ്പോൾ ഞങ്ങളെല്ലാ അതായത് ഈ ജ്യൂസ് അതുപോലെ തന്നെ വെള്ളം ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്. ആദ്യം അതിന്റെ പ്രാരംഭം എന്നുള്ള രീതിയിൽ വെള്ളം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ മറ്റു മേഖലകളിലെ കൂടി തൊഴിൽ നൽകിയിട്ടുണ്ട് അവിടെ. ഏതാണ്ട് ഇപ്പൊ ഒരു 10-20 പേര് അവിടെ. 20 പേരുണ്ട്. ഏതൊക്കെ അറബ് രാജ്യങ്ങളിലുള്ളവരാണ് ബിസിനസ് പാർട്ട്നേഴ്സ്? സൗദി അറേബ്യയിൽ. ആരാണ് അതിന്റെ ചെയർമാൻ? ഞാനാണ്. താങ്കൾ തന്നെയാണ്. സൗദി അറേബ്യയിൽ നിന്നുള്ള ബിസിനസ് പ്രമുഖർ അതിന്റെ പാർട്ട്ണർമാരാണ്. മാത്രമല്ല മറ്റ് മലയാളികൾ കുവൈത്തിൽ നിന്നുള്ള നമ്പ്യാറുണ്ട്, അതുപോലെ തന്നെ മാഹിയിൽ ജനങ്ങളെ കോവിഡ് കാലത്താണ് ഞങ്ങൾ ആരോഗ്യരംഗത്ത് ചെറുതായി ഒന്ന് സേവിക്കണമെന്നുള്ള ഒരു സ്വപ്നം, ആ ഒരു ഇതിൽ നിന്നാണ് മാഹി മെഡിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ തുടങ്ങുന്നത്. അതും കൂട്ടുസംരംഭമാണ്, ഒരുപാട് പേർ ചേർന്നുകൊണ്ടുള്ള. അതിന്റെ ചെയർമാൻ ഞാനാണെന്നേ ഉള്ളൂ. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കാര്യം ചോദിക്കാൻ പോയി. താങ്കൾ ഏതൊരു ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു? നേരത്തെ ഞാൻ സാമ്പിട്ടോട് പറഞ്ഞില്ല, അദ്ദേഹം എഴുതിയ പുസ്തകം. അദ്ദേഹം പറഞ്ഞു ആ പുസ്തകം വായിച്ചു നോക്കി അഭിപ്രായം പറയണമെന്ന് പറഞ്ഞതിന് ശേഷം എന്നെ അത്ഭുതപ്പെടുത്തിയ പുസ്തകമായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ലോകക്രമത്തെ തന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന IMF, അതുപോലെ തന്നെ വേൾഡ് ബാങ്ക്, ഐക്യരാഷ്ട്രസഭ, ഇതൊക്കെ തന്നെ 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ പണിതതാണ്. അത് മാറ്റിപ്പണിയാൻ പൊളിച്ചെഴുത്തിന് സമയമായി എന്ന് പറയുന്ന, ഏതൊക്കെ രീതിയിലൊക്കെ ലോകത്തെ പുനഃക്രമീകരിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. നിർദ്ദേശം എന്തായിരുന്നു? ഈ പുസ്തകം തീർച്ചയായിട്ടും എല്ലാവരുടെയും കൈകളിലെത്തണം. കാരണം ഇതെല്ലാവരും നിർബന്ധമായി വായിക്കേണ്ട പുസ്തകമാണ്. ഒരുപക്ഷെ ഇംഗ്ലീഷിലേക്ക് മാത്രമായാൽ അത് ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനത്തിന്റെ പ്രശ്നം കൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തില്ല. എന്നോട് പറഞ്ഞു നിങ്ങൾ തന്നെ അതിന് മുൻകൈ എടുക്കും. അങ്ങനെ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് ഞാൻ തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. മനോരമ ബുക്സിന് വേണ്ടി വരൂ ലോകം പുനർനിർമ്മിക്കാം എന്ന് പറയുന്ന ആ പുസ്തകം ഷാർജ ബുക്ക് ഫെയറിൽ നമ്മുടെ ഓപ്പോസിഷൻ ലീഡർ VD സതീശനാണ്, നേരത്തെ പറഞ്ഞ നോർക്കയുടെ ഡയറക്ടർ JK മേനോൻ നൽകിക്കൊണ്ട് അത് റിലീസ് ചെയ്യുന്നത്. ആ ചടങ്ങിൽ ചിക്കാഗോയിൽ നിന്നുകൊണ്ട് ഓൺലൈനിൽ സാമ്പിട്ടോടെയും പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഈ സാമ്പിട്ടോടെ തന്നെയാണ് മാഹി മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് സെന്റർ ഉദ്ഘാടനം ചെയ്യുന്നത് കോവിഡ് കാലത്ത്. അദ്ദേഹം ചിക്കാഗോയിൽ നിന്നുകൊണ്ട് കാരണം അദ്ദേഹമാണല്ലോ ടെലികോം രംഗത്ത് വിപ്ലവം കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിന് തികച്ചും അർഹനായത്. അത് വളരെ സത്യം പറഞ്ഞാൽ അത് വളരെ യാദൃശ്ചികമായി സംഭവിച്ചൊരു കാര്യമാണ്. ഒരു ദിവസം എന്നോട് ഫോണിൽ ചോദിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, മൻസൂർ വേറെ അറിയൂ റൈറ്റ് നൗ കോവിഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യയിലാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഹെൽത്ത് സെൻറ്റർ, ചെറിയൊരു ഹെൽത്ത് സെൻ്ററാണ് സാർ, അത് ഞങ്ങൾ പരിപാടി ഉദ്ദേശിക്കുന്നത്. ഞാൻ തമാശയായി ചോദിച്ചത് നിങ്ങളത് ഒന്ന് പിന്നെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഉദ്ഘാടനം ചെയ്യാതെ എന്താണ്? അങ്ങനെയാണ് അദ്ദേഹം അത് എന്താണ് മാഹിയെ കുറിച്ചും പള്ളൂരിനെ കുറിച്ചുള്ള താങ്കളുടെ ഓർമ്മകൾ, അല്ലെങ്കിൽ താങ്കൾ ആഗ്രഹിക്കുന്ന മാഹി എന്താണ്? ഞാൻ ആഗ്രഹിക്കുന്ന മാഹിക്കാരെന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലവരും. ഞാൻ എൻ്റെ നാട്ടുകാരായതുകൊണ്ട് പറയല്ല, മാഹിയും പള്ളൂരും ഒക്കെയുള്ള. ഈ പള്ളൂർ എന്നുള്ള പേര് എപ്പോഴാണ് സ്വീകരിച്ചത്? മൻസൂർ പള്ളൂർ എന്ന സാധാരണ മൻസൂർ ഫുൾ പേര് ഞാൻ AP മുഹമ്മദ് മൻസൂർ ആദ്യം എഴുതി തുടങ്ങി. എങ്ങനെ മൻസൂർ പള്ളൂരായി? പിന്നെ അതൊന്നും നാടിനോടുള്ള യുദ്ധം റിപ്പോർട്ട് ചെയ്ത് മൻസൂർ പള്ളൂരായി. അതെ, മൻസൂർ പള്ളൂർ എന്റെ പെന്നയുമായിട്ട് പിന്നീട് ഞാൻ മൻസൂർ പള്ളൂരിലേക്ക് ആക്കിയത്. താങ്കളുടെ സഹോദരങ്ങളെ കുറിച്ച് ജീവിത പങ്കാളി എവിടുന്ന കണ്ടെത്തിയത്? ജീവിത പങ്കാളി വരുന്നത് ഈ മേക്കുന്ന ഭാഗത്ത് ഈ ചൂരൽ വ്യവസായികളായിരുന്ന നെല്ലിക്ക ഫാമിലി ഉണ്ട്. നെല്ലിക്ക മജീദൊക്കെ കുടുംബത്തിൽപ്പെട്ടതാണ്. കോഴിക്കോട്ടെ വലിയ കോൺട്രാക്ടർ UA ബിരാൻ സാഹിബിന്റെ മകളുടെ ഭർത്താവ്, മുൻ മന്ത്രി UA ബിരാൻ. അതെ, മജീദ് എന്റെ ഒരു സുഹൃത്താണ്, കോഴിക്കോടാണ്. അതുകൊണ്ട് നെല്ലിക്ക എന്ന് പറയുമ്പോൾ നെല്ലിക്ക ഫാമിലിയിലാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്.
ആ ഫാമിലി ഇതുപോലെ ഒരു വലിയ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു വലിയ കുടുംബത്തിന്റെ മഹിതമായ പാരമ്പര്യമുള്ള ആ കുടുംബത്തിന്റെ ചരിത്രം സത്യത്തിൽ ആ നാടിന്റെയും കൂടി ചരിത്രമാണ്. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു? അല്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പ്രണയം ഉണ്ടായിരുന്നില്ല, ആലോചന വന്നു. നെല്ലിക്ക കുടുംബത്തിൽ നിന്നും ഒരു ജീവിത പങ്കാളി. എന്താണ് അവരുടെ പേര്? ഷെമി. എത്ര മക്കളുണ്ട്? 5 പേര്. 5 മക്കളാണ്. ഈ ഭാര്യയ്ക്ക് എഴുത്തും വായനയും ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് നിങ്ങളോടുള്ള വായനയുണ്ട്? നിങ്ങളുടെ ഈ രാഷ്ട്രീയത്തോടൊക്കെ നിലപാടെന്താ? ആദ്യകാലത്ത് ഒന്നും മിണ്ടില്ല. പ്രതിഷേധം ഉണ്ടായിരുന്നു. രാഷ്ട്രീയം കളിച്ച് നടക്കുക. അവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും സമയം കണ്ടെത്താൻ സാധിക്കും. മക്കളുടെ പേരെന്തൊക്കെയാണ്? ഞാൻ എപ്പോഴും ഈ എഴുതുന്ന എഴുത്തിന്റെ ആദ്യത്തെ വായനക്കാരി അവരാ. അവർക്കാണ് ഞാൻ ഇത് വായിച്ചു കേൾപ്പിക്കുക. തിരുത്തുന്നതല്ല, ആദ്യം എന്റെ ഒരു വായനക്കാരി അവരാണ്. നിങ്ങളുടെ മക്കളുടെ പേരൊക്കെ? മക്കളുടെ ഏറ്റവും മൂത്തവൻ മുനവർ, എഞ്ചിനീയറാണ്, മാരീഡാണ്. എന്താ കുട്ടിയുടെ പേര്? മുനവർ. നിങ്ങളുടെ മകന്റെ ഭാര്യയുടെ പേര്? ഹന. രണ്ടാമത്തെ ആൾ ഷഫ. അവര് മാരീഡാണ്. എന്താണ് ഹസ്ബൻഡിന്റെ പേര്? ഹസ്ബൻഡിന്റെ പേര് ഷഹീൻ. മൂന്നാമത്തെ ആള് ഷാസിൽ. ഷാസിന്റെ വിവാഹം എടുത്ത് കഴിഞ്ഞു. പേരക്കുട്ടി നമ്മുടെ പാനൂര് പോയല്ലേ, ഷംസുവിന്റെ മകളെ തിരിച്ചു വരുന്നത് നഹ, തിരിച്ചിട്ടാണ് നഹ. അടുത്തയാള് നാലാമത്തെ ആളാണ് ഞാൻ പറഞ്ഞ മനാസ്. അവനാണ് എന്നെ +2 സിനിമ എടുക്കാൻ പ്രേരിപ്പിച്ചത്. ഇപ്പൊ +2 കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ പഠിക്കുകയാണ്, മാഹി പഠിക്കുകയാണ്. അഞ്ചാമത്തെ ആളാണ് എന്റെ ഏറ്റവും അടുത്ത സിയ ഫാത്തിമ. അപ്പൊ സന്തുഷ്ട കുടുംബം. ഇനി എന്താ പരിപാടി? സിനിമ ഉണ്ടോ? സിനിമ എപ്പോഴും മനസ്സിലുണ്ട്. ഇനി പ്രധാന പ്രൊജക്ടുകൾ മനസ്സിലുണ്ടോ? ഒരു പ്രോജക്റ്റിൽ ഞാൻ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ്, ജവഹർലാൽ നെഹ്റു അതുപോലെ VK കൃഷ്ണമേനോനൊക്കെ കഥാപാത്രങ്ങളായി വരുന്ന ഒരു എൻ്റെ തന്നെ സുഹൃത്തായ ആർ ശരത്ത്, അദ്ദേഹമാണ് അത് സംവിധാനത്തിനും അതിനോട് ചേർന്ന് വേണ്ടുന്ന അതിൽ പ്രൊഡക്ഷൻ സൈഡിലൊന്നുമല്ല, അതിന് പ്രൊഡ്യൂസറായിട്ടുള്ള എൻ്റെ സുഹൃത്ത് തന്നെയാണ്. പിന്നെ സൗദി അറേബ്യയിലുള്ള ആളാണ്. അത് ആ ഒരു സിനിമയായിട്ട് സഹകരിക്കുന്നുണ്ട് മറ്റു തലങ്ങളിൽ. താങ്കൾ ഈ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നിരീക്ഷണമൊക്കെ നടത്തുന്ന ആളാണല്ലോ, വലിയ നിരീക്ഷണങ്ങളും പ്രവചനങ്ങളും. എന്താണ് താങ്കൾ ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ഇന്ത്യയിൽ കോൺഗ്രസിന്റെ ഭാവി താങ്കൾ എങ്ങനെ കാണുന്നു? ആ ചോദ്യം ചോദിക്കാതെ പോയിക്കൂടല്ലോ. ഒരു AICC തലത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു നേതാവിനെ കണ്ടിട്ട് ഇന്ത്യയിൽ ഭാരതത്തിൽ കോൺഗ്രസിന്റെ ഭാവി എന്ത്? കോൺഗ്രസിനെ ഇന്ത്യയിൽ ഭാവിയുള്ളൂ. ഒരു തിരിച്ചുവരവിന് സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. എങ്ങനെ? അത് എങ്ങനെയാന്നൊക്കെ പറയുന്നത് ചെറിയ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് നടക്കൂല. ഒരൊറ്റ വാക്കിൽ പറയാം, ജനങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുമ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും കേരളത്തിലെ സ്ഥിതി എന്താണ്? കണ്ണൂരുകാരായ സണ്ണി ജോസഫ് പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റായി താങ്കളുടെ മണ്ഡലത്തിൽ നിന്നുള്ള വടകര മണ്ഡലത്തിൽ നിന്നുള്ള ഷാഫി, അങ്ങനെയൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തിൽ എത്രമാത്രം കേരളം തീർച്ചയായിട്ടും ജനം ഇപ്പോൾ തന്നെ വിധി എഴുതി കഴിഞ്ഞു. അടുത്ത ഭരണം UDF എന്നുള്ളത് ആ രീതിയിലാണുള്ളത്. നമ്മുടെ സമയം തീർന്നു. പ്രേക്ഷകരെ, ഇനിയും കുറേ ചോദ്യങ്ങൾ ബാക്കിയാണ്. കാരണം മൻസൂർ പള്ളൂരിനെ പോലുള്ളൊരു എഴുത്തുകാരൻ, അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള ബിസിനസ്സുകാരൻ, വലിയ നിരീക്ഷകൻ, പല ചോദ്യങ്ങളും ഇങ്ങനെ മനസ്സിലിങ്ങനെ എന്താ പറയേണ്ടത് കെട്ടിക്കിടക്കുകയാണ്. ചോദിച്ചതിനേക്കാൾ ഏറെ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ ബാക്കിയാണ്. പക്ഷേ എന്തിനും ഒരു പരിധിയുണ്ടല്ലോ, പരിമിതിയുണ്ട്. നമുക്ക് 40 മിനിറ്റ് ആകെ അനുവദിച്ചിട്ടുള്ളൂ. അതിൽ നിന്ന് ചോദിക്കുക, അതിനുള്ളിൽ നിന്നുകൊണ്ട് എല്ലാം ഒരു നമ്മളൊരു ബൗണ്ടറി നിശ്ചയിച്ചിട്ട് അതിൻ്റെ മുന്നിലാണോ നമ്മളൊക്കെ നിൽക്കുന്നത്. ആ ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ട് ചോദിക്കാൻ പറ്റിയ വളരെ ചുരുങ്ങിയ ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഇനി ഈ ചോദ്യങ്ങളിൽ നിന്ന് ഉപചോദ്യങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഇങ്ങനെ ഉയരുന്നുണ്ടാകും. അവസരം കിട്ടിയാൽ നമുക്ക് വീണ്ടും മൻസൂറിലേക്ക് വരാം. വിലപ്പെട്ട സമയമാണ് അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ളത്. പ്രേക്ഷകർക്കും ഒപ്പം മൻസൂർ പള്ളൂരിനും സക്സസ് സ്റ്റോറിയുടെ നന്ദി, നമസ്കാരം.